എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ 2025 ചേർക്കേണ്ട ചില സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ആ വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന അടുത്ത മെയിൻ പ്രധാന പോയിന്റ്, എങ്ങനെ നമുക്ക് ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസ്ക് അപ്പിറ്റൈറ്റ്, അതായത് എനിക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം. അതായത് എൻ്റെ പ്രായവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട്, എൻ്റെ വരുമാനം നോക്കിയിട്ട് ഞാൻ എത്ര കാലത്തേക്ക് വെക്കാം, എനിക്ക് റിസ്ക് ഹൈ എടുക്കാം, കാരണം എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള സമയം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആ സമയത്തിൽ കൂടുതൽ റിട്ടേൺ കിട്ടുമെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ മാക്സിമം നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക്, മറ്റുള്ളവരുടെ റിസ്ക് അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ റിസ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ആ റിസ്ക് എടുക്കാനുള്ള, നിങ്ങൾക്ക് ലാർജ് ക്യാപ്പ് വേണോ, മിഡ് ക്യാപ്പ് വേണോ, സ്മോൾ ക്യാപ്പ് വേണോ, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ള തീരുമാനം നിങ്ങളുടെയാണ്. ആ റിസ്ക് എത്രയാണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ്, അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഓൾറെഡി കൊടുത്തിട്ടുള്ള പാസ്റ്റ് പെർഫോമൻസ്, ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക. അത് 1 ഇയറോ 2 ഇയറോ നോക്കാനോ 3 ഇയറോ നോക്കാനോ ഞാൻ പറഞ്ഞില്ല, മിനിമം 5 ഇയർ എങ്കിലും നോക്കുക, അല്ലെങ്കിൽ 10 ഇയർ നോക്കുക. ഈ 5 ഇയർ 10 ഇയർ ലെവലിലേക്ക് നിങ്ങൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസ് മാത്രം നോക്കിയാൽ പോരാ, ആ റിട്ടേൺസ് ആ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ നോക്കുക. ഒരു ബെഞ്ച് മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഇൻഡെക്സ്, ഉദാഹരണം പറഞ്ഞാൽ ഒരു ലാർജ് ക്യാപ് ഫണ്ട്, SBIയുടെ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഇപ്പോൾ ലാസ്റ്റ് 1 ഇയറിൽ 17% കൊടുത്തു. ആ സെയിം സമയത്ത് ആ നിഫ്റ്റി 50 ഇൻഡെക്സ് എന്ന് പറയുന്ന, അല്ല നിഫ്റ്റി ടോപ്പ് 150 നിഫ്റ്റി 50 ഇൻഡെക്സ് ആ പെർട്ടിക്കുലർ പീരീഡിൽ എത്ര റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഇതും കൂടെ നോക്കുക. ആ നിഫ്റ്റി 50 15% കൊടുത്തിട്ടുള്ളൂ, SBIയുടെ ബ്ലൂ ചിപ്പ് ഫണ്ട് 17% കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2% അഡീഷണൽ ആയിട്ട് അവിടെ റിട്ടേൺ തന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AUM ആണ്. ഇപ്പോൾ AUMൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 10-50,000 കോടി AUM ഉള്ള ഫണ്ട്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ലാർജ് ക്യാപ് ഫണ്ട്സിൽ എത്ര AUM കൂടിയാലും അവർക്ക് ഇതിനകത്തേക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം വലിയ കമ്പനികളാണ് എല്ലാം, എന്താ പറയുക, 10,000-കണക്കിന് കോടികളിൽ മേലെ അസറ്റുള്ള, ലക്ഷക്കണക്കിന് കോടികൾ അസറ്റുള്ള, മീൻസ് ക്യാപിറ്റലുള്ള കമ്പനികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തനത്തിന് ഒരുപാട് ഫണ്ടുണ്ട്. അപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സിലേക്ക് ഒരുപാട് ഫണ്ട് എന്നാലും അവർക്കത് ഇൻവെസ്റ്റ് ചെയ്യാം, ആ ഷെയർസ് മറ്റേ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിച്ച് എല്ലാവരും കൂടെ കൊണ്ടുപോയി നമ്മൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയുക, ഒരു ടാറ്റയോ അല്ലെങ്കിൽ റിലയൻസോ പോലുള്ള കമ്പനികളുടെ 1000-1 മടങ്ങ് മാത്രമായിരിക്കും ഈ സ്മോൾ ക്യാപ് കമ്പനിയിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന കമ്പനിയിലൊരു അതിൻ്റെ ഇതുണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ, അധികമായിട്ട് ചെല്ലുന്ന പൈസ അവർക്ക്, കാരണം 100 രൂപ ആവശ്യമുള്ളിടത്തേക്ക് 1000 രൂപ കൊടുത്തിട്ട് അത് എവിടെ ചിലവാക്കണം, ഏത് കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളൊരു ഇത് വരും, ഓവർഫ്ലോ ഇത് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ടാണ് പല ഫണ്ടുകളിലും അവർ റെസ്ട്രിക്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, AUM ഞാൻ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 to 25,000, 2000 മുതൽ 25,000 കോടി AUM ഉള്ള, അതിനിടയിൽ AUM ഉള്ള ഫണ്ടുകളാണ് ഞാൻ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ റിട്ടേൺ ഉള്ള പരമാവധി ഞാൻ അങ്ങനെ നോക്കാറില്ല. അപ്പോൾ AUM ഞാൻ പരിഗണിക്കുന്നതിൽ ഒരു ഘടകമാണ്. നാലാമത്തെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സ്പെൻസ് റേഷ്യോ. അതായത് ഒരു ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് ആ ഫണ്ട് മാനേജറിന് ചിലവാക്കേണ്ടി വരുന്ന തുക, അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 100 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപയിൽ നിന്ന് എത്ര രൂപ എക്സ്പെൻസ് ആയിട്ട്, അതായത് ഇത് മാനേജ് ചെയ്യാനുള്ള ചിലവായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും, നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു റേഷ്യോ ആണ് ടോട്ടൽ TR എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും TR, ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്നൊക്കെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അത് ഒരു 0.2-0.5% മുതൽ 2% വരെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ആവറേജ് പോട്ടെ 1% തന്നെ കൂട്ടാം. അതായത് 100 രൂപ നിക്ഷേപിച്ചാൽ 1 രൂപ നമ്മൾ ചിലവിനായിട്ട് കൊടുക്കും. അപ്പോൾ ഇൻഡെക്സുകൾ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ചിലവർ ഈ എക്സ്പെൻസ് റേഷ്യോ മാത്രം നോക്കി വരുന്നവർ, എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവുള്ളത് ഇൻഡെക്സ് ഫണ്ടിലാണെങ്കിൽ, കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഫണ്ട് മാനേജറോ കാര്യങ്ങളൊന്നും ഇല്ല. ആ പെർട്ടിക്കുലർ ഇൻഡെക്സ് എത്രയാണോ തരുന്നത് അതാണുള്ളത്. ഞാനിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു എക്സ്ട്രാ ആൽഫ ക്രിയേറ്റ് ചെയ്യണം, അതായത് അഡീഷണൽ ആയിട്ട് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടുകളാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് റേഷ്യോ ഇച്ചിരി കൂടുതലാണെങ്കിലും ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്ന നല്ല ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതിനകത്ത് എക്സ്പെൻസ് റേഷ്യോ എനിക്കൊരു ഘടകമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെൻസ് റേഷ്യോ കൂടുതൽ വന്നു, റിട്ടേണും കൂടുതലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആവറേജ്
എന്താണെങ്കിലും നമുക്കൊരു 1% എന്തായാലും പ്രതീക്ഷിക്കണം. അതിനകത്ത് ഇപ്പം ഞാനൊരു ഫണ്ട് മാനേജറാണ്, ഒരു അഡ്വൈസറാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഫണ്ട് അഡ്വൈസ് ചെയ്യുമ്പോൾ എനിക്കും കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി വരും. അപ്പം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇതാണ്. ഒരു ഫണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള അതിൻ്റെ എല്ലാ ചിലവുകളും ഉൾപ്പെടുന്നതാണ് ഈ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതും നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിലൊരു ഘടകമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ എക്സിറ്റ് ലോഡ്. അതായത് ചില ഫണ്ടുകൾക്ക് നമ്മളുടെ ഇത്ര പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ നമ്മൾ പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം നമ്മൾ എക്സിറ്റ് ലോഡായിട്ട് എടുക്കും. അതായത് ഒരു പീരീഡ് മിനിമം ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര വർഷം വെക്കണമെന്ന ഒരു പീരീഡ് ഉണ്ടാവും. ആ പീരീഡിനുള്ളിൽ പൈസ എടുത്തു കഴിഞ്ഞാൽ, കാരണം ആ ഓരോ ഫണ്ടും പ്ലാൻ ചെയ്യുന്നത് മിനിമം ഇത്ര വർഷത്തിന് മേൽ ചെയ്താൽ മാത്രമേ അതിനൊരു റിട്ടേൺ, അതിൻ്റെ ഒരു സൈക്കിൾ നടക്കുകയുള്ളൂ. ആ ഒരു സമയത്തിന് മുന്നേ തന്നെ പിൻവലിച്ച, കാരണം ഓൾറെഡി നിങ്ങളെടുത്ത ഫണ്ട് എടുത്തിട്ടാണ് അവർ ആ റിസ്ക് എടുത്തിരിക്കുന്നത്. ആ റിസ്കിനെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഫണ്ട് മാനേജർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് ലോഡ് ആ പെർട്ടിക്കുലർ പീരീഡിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ലോഡ് എത്രയാണെന്നും കൂടെ നോക്കുക. കാരണം ഒരു എമർജൻസി വന്നാൽ ചിലപ്പോൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ കാണണമല്ലോ. ചില ഫണ്ടുകളിലേക്ക് നോക്കുമ്പോൾ ചിലവർ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എടുക്കേണ്ട പൈസയാണ്, എന്നാൽ പോലും അതൊരു മറ്റേ 3 മാസമാണോ 6 മാസമാണോ നോക്കി, ചിലപ്പോൾ 1 ഇയർ എക്സിറ്റ് ലോഡർ ഫണ്ട് ആണെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഇവനൊരു ബാലൻസ് ഫണ്ട് ആയിട്ട് ഏത് കാറ്റഗറിയിലാണെങ്കിലും 1 ഇയർ വരെ വെക്കേണ്ട ഫണ്ട് 1 ഇയറിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചാർജ് പിടിക്കും. നോർമലി ഇതാണ്. അപ്പോൾ എക്സിറ്റ് ലോഡും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഘടകമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളൊരു ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ഈ അടുത്ത നമുക്ക് ഇനിയുള്ള സമയത്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, അപ്പോൾ നമുക്ക് ഈ പ്രത്യേക ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി പറയാൻ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഏജ് ബാൻഡും നിങ്ങളൊരു ഇൻകം സ്ലാബും വെച്ചിട്ടായിരിക്കും. അതായത് നിങ്ങൾ 20s അതായത് നിങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ജോലി കയറി ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ 30s നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു അടുത്ത ലെവലിലേക്ക് കയറി നിങ്ങളുടെ ഇൻക്രിമെന്റ് കൂടി, നിങ്ങളുടെ വരുമാനം കൂടി, ചെലവ് കൂടി എല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ 40s നിങ്ങൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻകം സ്ലാബ്, നമ്മൾ ആദ്യത്തെ വർഷം സാലറി ഒക്കെ കിട്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യയിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു 3 lakhs ബിലോ ആയിരിക്കും. ചിലപ്പോൾ ഉണ്ടാവും ഒരു 18,000-20,000 രൂപ സാലറി ഒക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ സാലറി ആണെങ്കിൽ ഒരു 3 lakhs ബിലോ. അവരെന്ത് ചെയ്യണം? 3 to 9 lakhs വെക്കുന്നവർ അവരെത്ര വേണം, അല്ലെങ്കിൽ 9 lakhs എബോവ് വരുന്നവർ അവരെത്ര ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാനൊരിത് പറയുന്നത്. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ ഒരു 20s ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ബിലോ 30 lakhs ലെവലിലും, 30s ഉള്ളവർക്ക് ഒരു 3 lakh to 9 lakhs ഇടയിലും, ഒരു 40s ഉള്ളവർക്ക് ഒരു 9 lakhs എബോവ് പാക്കേജ് വരുന്ന രീതിയിൽ ഞാനൊരു എന്താ പറയുക കാറ്റഗറി ആയിട്ട് ഒരു സിമ്പിളായിട്ട് അധികം കോംപ്ലിക്കേഷൻ ആക്കാത്ത രീതിയിൽ. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ കാറ്റഗറി ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ സ്ട്രാറ്റജിയാണ് ഞാനിവിടെ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ജോലി കയറി ഫസ്റ്റത്തെ നിങ്ങൾ ആദ്യത്തെ കാറ്റഗറിയിൽ, അതായത് നിങ്ങൾ 20-30 വയസ്സിനിടയിലാണ് നിങ്ങളുടെ പ്രായം, അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം ഒരു 3 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനവുമെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു എത്രയാണ് ഒരു 25% നിർബന്ധമായിട്ടും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 1 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപ 25,000 രൂപ നിർബന്ധമായിട്ടും ഒരു FDയിലോ ബോൺസിലോ അല്ലെങ്കിൽ EPFലോ PPFലോ അങ്ങനെ നിങ്ങൾക്ക് സേഫായിട്ട് തോന്നുന്ന ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്നതിലേക്ക് മാറ്റി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 25% മാറ്റി വെക്കുക. ബാക്കിയുള്ള 75% നമുക്ക് ഓഹരി വിപണിയിലേക്ക് മാറ്റി വെക്കാം. ആ ഓഹരി വിപണിയിൽ 2 കാര്യമുണ്ട്. നമ്മൾ മാറ്റി വെക്കുന്ന ഈ 75% അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 80% ഒരു 70% നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കൃത്യമായി ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കണം. നമ്മളുടെ ഇപ്പം മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 25% ഫിക്സ് ആയിട്ട് മാറ്റി ബാക്കിയുള്ള 75%, ഉദാഹരണം പറഞ്ഞാൽ 75,000 രൂപയാണെങ്കിൽ ആ 75,000 രൂപയുടെ 75% നമ്മൾ ഓഹരി വിപണിയിലേക്ക് ചെയ്യുക. കാരണം നമ്മുടെ പ്രായം അതാണ്, നല്ലൊരു ഇയർലി സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലെടുക്കാം, കാര്യങ്ങളൊക്കെ എടുക്കാം. ഒപ്പം തന്നെ ബാക്കിയുള്ള 25% ഇക്വിറ്റിയിലും ചെയ്യുക, അതായത് ഡയറക്റ്റ് സ്റ്റോക്സ് പിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അത്രയും കുറച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഹരി വിപണിയിലേക്ക് എൻട്രി ബേസിക് ഇനീഷ്യൽ ചെയ്യുന്ന സമയത്ത് കയറുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കാനുണ്ട് നമുക്ക് അതിനെ കൊണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കൂടുതൽ നേരിട്ട് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും മ്യൂച്വൽ ഫണ്ട്സ് ആണ്. നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ സെയിം ടൈമിൽ ഒരു 25% നമ്മളുടെ ഓഹരി വിപണിയിലെ നിക്ഷേപത്തിൻ്റെ 25% സ്റ്റോക്സിലായിട്ട് അങ്ങ് വളരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കണ്ട് നമുക്ക് ആവറേജ് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ മാക്സിമം നിങ്ങൾ സാധിക്കുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സിലും സ്റ്റോക്സിലുമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്ലാനിങ് കൃത്യമാക്കി തുടങ്ങുക. അതാണ് ആദ്യത്തെ ഇതിൽ.
രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 30s അതായത് ഒരു 3 to 9 lakhs ഇൻകം വരുന്ന ആൾക്കാർ. നിങ്ങൾ ജോലിയൊക്കെ തുടങ്ങി, നിങ്ങളുടെ വരുമാനം കൂടി, നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ആയി പ്രൊമോഷനായി കാര്യങ്ങളൊക്കെ വരുന്നു. ആ സമയത്ത് നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് മേലെ 3 lakh 4 lakh 5 lakh, ചിലപ്പോൾ ഒരു അടുത്തൊരു 30-38 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു 9 lakhs അല്ലെങ്കിൽ 10 lakhs ഇൻകം വരുന്ന ഒരാൾക്കാരാണ് എന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന തുകയുടെ 30% നിർബന്ധമായിട്ടും നേരത്തെ പറഞ്ഞ ഈ ഫിക്സഡ് ഇൻകം കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു കുടുംബം കുട്ടികളൊക്കെ ആയ സമയമായി, ഉത്തരവാദിത്തങ്ങളായി, ഒരു വീട് വെക്കാനോ കാറ് മേടിക്കാനോ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകേണ്ട സമയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ കയ്യിൽ ഒരു എമർജൻസി വന്നാൽ നമ്മളിൽ ഒരു പൈസ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ ഒരു 30% നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഫിക്സഡ് ഇൻകം ആയിരിക്കണം. ബാക്കിയുള്ള 70%-ൽ ഈ പറയുന്നത് പോലെ 70% നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ 30% നിങ്ങൾക്ക് സ്റ്റോക്സിൽ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ 70% മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാൻ കാരണം എന്ന് പറയാൻ കാരണം വെച്ചാൽ, നമ്മളുടെ ഈ പ്രായം ഉണ്ടല്ലോ 30 മുതൽ 40%, ഒരുപാട് ടെൻഷൻസ് ആണ്. കുടുംബം, പ്രാരാബ്ദങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട് വെക്കുന്ന കാര്യങ്ങൾ, കാറ് മേടിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻസ് പോകും. ആഗ്രഹങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് അധികം ഈ സ്റ്റോക്സിലേക്ക് നോക്കിയിരിക്കാൻ സമയം കാണത്തില്ല. ഒരു സാധാരണക്കാരൻ ഉള്ളവരുണ്ടായിക്കോട്ടെ, സാധിക്കുന്നവരുണ്ടാവും, നോക്കിക്കോ, ഒരു കുഴപ്പമില്ല, കൂടുതലായിട്ട് ചെയ്തു, ലാഭം ഉണ്ടാക്കാൻ നല്ല സ്റ്റോക്സ് തന്നെയാണ്. എങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് പൈസ, സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 70% നിങ്ങൾ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ ഒരു 30% എന്ത് ചെയ്യുക, സ്റ്റോക്സിൽ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് ശ്രദ്ധ കൊടുത്തേക്കുക. നല്ല കമ്പനികളുടെ സ്റ്റോക്സ്, നിങ്ങൾക്ക് വളരെ നല്ല കമ്പനികളുടെ സ്റ്റോക്സ് ലോങ് ടൈമിലേക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുക. അത് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യാനോ സ്വിംഗ് ട്രേഡ് ചെയ്യാനോ ഒന്നും ഇല്ലെങ്കിൽ, ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് എന്നുള്ള രീതിയിൽ ഈ കമ്പനി വളരും, ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് വളരും, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അതിനിടയ്ക്ക് തകർന്നോട്ടെ എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ചിടാനുള്ള രീതിയിൽ ധൈര്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനിയാണ് ലാസ്റ്റത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ 40s, അതായത് ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ളവർ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഇൻകം ഈ ഒരു ഹയർ ലെവലിലേക്ക്, അതായത് 9 ലക്ഷത്തിന് മുകളിലേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തുന്ന ഒരു സമയമാണ് 40s. ഒരു വീഡിയോയിൽ അഭിഷാദ് ഗുരുവായൂർ പറഞ്ഞ പോലെ 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളുടെ എന്താ പറയുക യൗവനം തുടങ്ങുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ. കാരണം 40 വയസ്സാകുമ്പോഴേക്കും നമ്മളൊന്ന് സ്റ്റേബിൾ ആവും. എനിക്ക് അത്യാവശ്യം പൈസയൊക്കെ കയ്യിലായി, എൻ്റെ വീട് കാര്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഏകദേശമായി, ഇനിയിപ്പോൾ മക്കളുടെ കാര്യങ്ങളിലേക്ക് എത്തണം, അങ്ങനത്തെ അവരുടെ കാര്യങ്ങൾ, ഒരു ഉത്തരവാദിത്തങ്ങളിലേക്ക്, ഇപ്പം നമുക്ക് പൈസ അത്യാവശ്യം കയ്യിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് കയ്യിലേക്ക് പൈസയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 40% നിങ്ങൾ ഫിക്സഡ് ഇൻകമായിട്ട് മാറ്റി വെക്കുക. കാരണം ഓൾമോസ്റ്റ് നമുക്ക് റിസ്ക് എടുത്തു എല്ലാം ഉണ്ട്, ഒരു 40% എടുത്ത് വെച്ചേക്കുക. ഒരു പിള്ളേരെ പഠിപ്പിക്കാൻ ഹയർ സ്റ്റഡീസിന് വിടണോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു ഇത് വന്നാലോ ഒക്കെ ആയിട്ട് 40% വെച്ചേക്കുക. ബാക്കി 60%-ൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു 80% മ്യൂച്വൽ ഫണ്ട്സ് മതി. എൻ്റെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഓഹരി വിപണിയിൽ നമുക്കൊന്നും അറിയണ്ട, അത് അവിടെ കിടന്ന് നമുക്ക് വേണ്ടി പണി എടുത്തോളും, ഫണ്ട് മാനേജേഴ്സിന് വേണ്ടി പണിയെടുത്തോളും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സമയം കൊടുക്കുക, പൈസ അവരെ ഏൽപ്പിക്കുക, പിന്നെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക, ടൂറ് പോവുക, ഫാമിലി ആയിട്ട്, പിള്ളേരൊക്കെ ഒന്ന് സ്റ്റേബിളായി, അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങുക, ഒരു ജീവിതം ആസ്വദിക്കേണ്ട ഒരു സമയമാണ് 40 to 50s. അതൊക്കെ കാരണം വെച്ചാൽ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരും, നമ്മളൊരു മധ്യവയസ്കനായി വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് റിട്ടയർമെൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സമയമാണ്, പൈസ ഒക്കെ കയ്യിൽ വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ്, ഇതിനകത്ത് പല മണ്ടത്തരങ്ങളും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ വേറൊരു വീഡിയോ വാച്ച് ചെയ്തപ്പോൾ കണ്ടതും കൂടെ കൂട്ടിയിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടാവും, ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ എത്ര ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ ഞാൻ ഓരോ മാസം അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി 50-30-20 റൂൾ എന്ന് പറഞ്ഞത്. 50% നമ്മുടെ ബേസിക് നീഡ്സ്, ജീവിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങൾ, വസ്ത്രം, താമസം എല്ലാത്തിനും വേണ്ടിയുള്ള ചിലവായിട്ടും 30% നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങൾ, നമ്മുടെ കുറച്ച് മൊബൈൽ വാങ്ങുക, TV വാങ്ങുക, വണ്ടി മേടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, സ്വപ്നങ്ങൾ, ചെറിയ ടൂർ പോവുക, ഇങ്ങനത്തെ കുറച്ച് 30%, ബാക്കിയുള്ള 20% നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ 50-30-20 റൂളിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഏതാണ്? ആ 20% ആണ്. ഏതാണ്? ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളത് എന്താ പറയുക, നിങ്ങൾ ബേസിക് കാര്യത്തിനും ആഗ്രഹങ്ങൾക്ക് കുറവാണെങ്കിൽ ആഗ്രഹങ്ങളും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. 50-30-20 റൂൾ. ആദ്യം 20, പിന്നെ 30, പിന്നെ 30 അല്ല, ആദ്യം 20, പിന്നെ 50, ബാക്കിയുള്ള 30യും കൂടെ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഭാവിയിലേക്ക് നമുക്ക് ചെയ്യാമല്ലോ. ആ ഒരു റൂള് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക.
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടെ ഞാൻ ഏകദേശം കൺക്ലൂഡ് ചെയ്യുവാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യം പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ സെറ്റാക്കാൻ നോക്കുക. ഒറ്റ കാര്യം ഞാൻ ഉറപ്പിക്കുവാണ്, മറ്റുള്ളവൻ്റെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് അസൂയപ്പെടാനോ അവനെ കോപ്പി അടിക്കാനോ ശ്രമിക്കരുത്. കാരണം അവൻ്റെ റിസ്ക് അല്ല, അവൻ്റെ പ്രായമല്ല, അവൻ്റെ വരുമാനമല്ല നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവനെ കണ്ട് അവൻ അത്ര കിട്ടി എനിക്ക് ഇത്ര കിട്ടിയില്ല എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതൊക്കെ മറന്നേക്കുക. ധൈര്യമായിട്ട് എന്താ പറയുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. കുറേ പേര് തന്നെ ചെയ്തിട്ട് മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അറിയാവുന്നവരോട് ചോദിച്ച് നല്ലൊരു ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു കാര്യം എന്നെയും കൊണ്ടും എൻ്റെ ടീമിനെയും കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അവർക്ക് പരാതികൾ ഉണ്ടായിരിക്കാം, ആ പരാതികൾ ഒരു പരിധിവരെ പരിഹരിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, ഞങ്ങൾ വലിയൊരു ടീം അല്ലെങ്കിൽ കൂടി എന്താ പറയുക എല്ലാവർക്കും കൃത്യമായിട്ടുള്ള റിപ്ലൈ തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആർക്കെങ്കിലും എൻ്റെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങൾക്ക് പറയാം. എൻ്റെ ടീമുമായിട്ട് എൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാ അടവുകളും കാര്യങ്ങളും നിങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കുടുംബമെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഈ രണ്ട് കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്. ഇതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇത് രണ്ടും ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചെറിയ അസുഖമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു അബദ്ധമോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വാനിഷായി പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കാൻ ഈ 2025 നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.